രാജ്യാന്തര തലത്തിൽ പാക് ഭീകരത തുറന്നുകാട്ടുന്നതിനും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനും പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമാകും. UAE, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ നാളെയും മറ്റന്നാളുമായി പ്രതിനിധി സംഘം സന്ദർശിക്കും. BJPയോടുള്ള വിയോജിപ്പ് നിലനിർത്തി യാത്രയുടെ ഭാഗമാകുകയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP 24 പറഞ്ഞു. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാക് ഭീകരത തുറന്നു കാട്ടുക, ഓപ്പറേഷൻ സിന്ദൂറും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും വിശദീകരിക്കുക എന്നിവയാണ് പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ, സഞ്ജയ് കുമാർ ഷാ, കനിമൊഴി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളുടേതാണ് ആദ്യഘട്ട പര്യടനം. UAE, റഷ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ആദ്യഘട്ടത്തിൽ സംഘം സന്ദർശിക്കും. BJPയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിയാണ് സംഘത്തിന്റെ ഭാഗമായതെന്ന് പ്രതിനിധി സംഘത്തിൽ അംഗമായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. ഞങ്ങളുടെ വിയോജിപ്പുകൾ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പഹൽഗാമിൽ തുടങ്ങിയിട്ടുള്ള അഭിപ്രായമുണ്ട്. അതായത് അവിടെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഫെയിലിയേഴ്സ്, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യൽ, നമ്മുടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യൽ, പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യൽ, പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു സർവകക്ഷി യോഗം, ഇതൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വിശാലമായൊരു കോഴ്സിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗവാക്കാകും. വിദേശ നയതന്ത്ര മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളാണ് ഡോക്ടർ ശശി തരൂരെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസിനുള്ളിലെ തർക്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് മറുപടി. വിവിധ രാജ്യങ്ങളിലെത്തുന്ന പ്രതിനിധി സംഘങ്ങൾ അതത് രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ, പ്രമുഖർ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഓരോ ദിവസത്തെയും സാഹചര്യം മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കും. വിനീത PG, 24, ഡൽഹി.